നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ് നായർ. നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ അകത്താണ്. ഇവിടെ കേരള പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒരു താമസ സൗകര്യം, ഒരു ഡോർമെട്രി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് മിതമായ നിരക്കിൽ മെച്ചപ്പെട്ട താമസ സൗകര്യം, അതും പൂർണ്ണമായും AC-യിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഡോർമെട്രി സൗകര്യമാണിത്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വരും. തലസ്ഥാന നഗരത്തിൽ എത്തുന്നവർക്ക് ഇനി സുരക്ഷിതമായി പോലീസ് കാവലിൽ അന്തിയുറങ്ങാം. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് തലസ്ഥാനത്ത് എത്തുന്നവർക്കായി AC ഡോർമെട്രി സംവിധാനം കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ബൈറ്റ് ഡാൻസ് എന്നാണ് ഈ ഡോർമെട്രിയുടെ പേര്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്തുന്നവരാണ് നമ്മളൊക്കെ. സെക്രട്ടേറിയറ്റിലോ ക്ഷേത്ര ദർശനത്തിനോ അതുമല്ലെങ്കിൽ RCCയിലോ ശ്രീചിത്രയിലോ ചികിത്സയുടെ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിരിക്കും നമ്മൾ എത്തുക. ഇങ്ങനെ എത്തുമ്പോൾ താമസ ചിലവാണ് വലിയ പ്രശ്നം. മോശമല്ലാത്ത ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഒരു രാത്രി തങ്ങണമെങ്കിൽ ചിലപ്പോൾ ആയിരങ്ങൾ മുടക്കേണ്ടി വരും. അതാകട്ടെ പലർക്കും താങ്ങാനാകാത്തതുമാണ്. എന്നാൽ ഇനി മുതൽ തലസ്ഥാന നഗരത്തിൽ എത്തുന്നവർക്ക് സുരക്ഷിതമായി പോലീസ് കാവലിൽ അന്തിയുറങ്ങാം. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും മറ്റ് സ്ഥാപനങ്ങളിലും പലവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് മറ്റു ജില്ലകളിൽ നിന്നും നിത്യേന തലസ്ഥാനത്ത് എത്തുന്നത്. ഇവർക്കെല്ലാം വലിയ ആശ്വാസമാകുന്നതാണ് കുറഞ്ഞ ചെലവിലുള്ള AC ഡോർമെട്രി. നഗരത്തിലെ പല ഹോട്ടലുകളിലും ലോഡ്ജുകളിലും ഒരു ദിവസം താമസിക്കുന്നതിന് പോലും വൻ തുകയാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയ ഡോർമെട്രി സംവിധാനം ഏറെ ഉപകാരപ്രദമാണെന്ന് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയവർ പറയുന്നു. ആക്ച്വലി ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഒരു വിസേൻ്റെ കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു, മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലാൻഡിലേക്ക്. ഇതിൻ്റെ വൈഫ് അമൃത, ഇത് മോള് മെഹർ. ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കുറേ ഹോട്ടൽസൊക്കെ. അന്നപ്പം ഒരു 3000 സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. അതിലൊക്കെ ഉപരി നോക്കിയപ്പം പോലീസിൻ്റെ ഡോർമെട്രി കണ്ടു. അതിൽ ജസ്റ്റ് ഞങ്ങൾക്ക് 4 ആൾക്ക് 1000 രൂപയ്ക്ക്, വെറും തുച്ഛമായ പൈസയ്ക്ക് നമുക്കിവിടെ റൂം അവൈലബിൾ ആണ്, ഒരു 24 hours. അപ്പം ഏറ്റവും നല്ല ഉചിതമായൊരു പോലീസ് സുരക്ഷിതമായിട്ട് നമുക്ക് കഴിയാം. എല്ലാത്തിനും ഒരു സെക്യൂരിറ്റി ആയിട്ട്. ഇത് നല്ല ചീപ്പായിട്ട് വേണ്ടത് വേറെ എവിടെയും നിങ്ങൾക്ക് ഒരു റൂം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു സെക്യൂരിറ്റിയിൽ വളരെ ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. പിന്നെ ഏറ്റവും നല്ല വൃത്തിയുള്ള വാഷ്റൂംസ്, പിന്നെ ലേഡീസിന് സേഫ് ആയിട്ടുള്ള സെപ്പറേറ്റ് വാഷ്റൂംസ് എല്ലാം. തിരുവനന്തപുരത്ത് കേരള പോലീസിന്റെ ബൈറ്റ് ഡാൻസ് ഡോർമെട്രിയിൽ എങ്ങനെ താമസം ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. മുൻകൂർ ബുക്കിംഗ് എടുക്കുന്നവർക്ക് മാത്രമേ ഇവിടെ താമസ സൗകര്യം അനുവദിക്കൂ. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ഒറ്റയ്ക്കും സംഘമായും തലസ്ഥാനത്ത് എത്തുന്നവർക്ക് ഡോർമെട്രി സംവിധാനം മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ഡോർമെട്രി റിസപ്ഷനിലെ 0471 2305251 എന്ന നമ്പറിൽ വിളിച്ച് താമസം ബുക്ക് ചെയ്യാം. കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ താമസ സൗകര്യം ലഭിക്കുന്നതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഡോർമെട്രികൾ ബുക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്കിംഗ് എടുക്കുന്നത് നന്നായിരിക്കും. താമസിക്കാൻ എത്തുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കൈവശം കരുതിയിരിക്കണം. 2021 കേരള പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങൾക്കായി ബൈറ്റ് ഡാൻസ് എന്ന പേരിൽ കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട സുരക്ഷിതമായ താമസ സൗകര്യം ആരംഭിച്ചത്. ട്രെയിനിലെ കൂപ്പകൾ പോലെയാണ് ഓരോ ചെറിയ മുറികളും. ബാഗ് സൂക്ഷിക്കാനുള്ള സൗകര്യവും മൊബൈൽ ഫോൺ ചാർജിംഗ് സ്പോട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉണ്ട്. സ്ത്രീകൾക്കുള്ള പ്രത്യേക വാഷ്റൂമുകൾ ഉൾപ്പെടെ 20 വാഷ്റൂമുകളാണ് ഇവിടെയുള്ളത്. രണ്ട് പേർക്ക് മുതൽ 6 പേർക്ക് വരെ കിടക്കാൻ കഴിയുന്ന മുറികൾ ഉള്ളതിനാൽ കുടുംബത്തോടൊപ്പം എത്തുന്നവർക്കും ഇവിടെ സുരക്ഷിതമായി അന്തിയുറങ്ങാം.
ആകെ 75 ബെഡ് സ്പേസുകളാണ് അതിഥികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സുഖകരമായ ബെഡും പില്ലോയും ബ്ലാങ്കറ്റും ഉൾപ്പെടുന്ന വൃത്തിയും വെടിപ്പുമുള്ള AC ഡോർമെട്രികളാണ് ഇവിടെയുള്ളത്. കേരള പോലീസ് ഡോർമെട്രിയിലെ താമസത്തിനുള്ള ചിലവ് എത്രയാണെന്ന് നോക്കാം. ഒരു ബെഡിന് 24 മണിക്കൂർ നേരത്തേക്ക് 250 രൂപയാണ് നിരക്ക്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് 150 രൂപ കൊടുത്താൽ മതിയാകും. 3 ബെഡുകളുള്ള മുറിക്ക് 750 രൂപയാണ് നിലവിലെ നിരക്ക്. 4 ബെഡ് സൗകര്യം വേണമെങ്കിൽ 1000 രൂപ നൽകണം. 5 ബെഡിന് 1250 രൂപ, 6 ബെഡിന് 1500 രൂപ എന്നിങ്ങനെയാണ് പൊതുജനങ്ങൾക്കുള്ള നിരക്ക്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബെഡിന് 150 രൂപ നിരക്കിൽ എത്ര ബെഡ് ആവശ്യമുണ്ടോ അത്രയും തുക നൽകണം. എല്ലാ ഡോർമെട്രികളും AC ആണ്. കേരള പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ബൈറ്റ് ഡാൻസ് ഡോർമെട്രിയിൽ ഒരേ സമയം 74 പേർക്ക് താമസിക്കാം. ഇവിടെ 6 പേർക്ക് കിടക്കാവുന്ന 7 മുറികളാണുള്ളത്. 4 പേർക്കായി 5 എണ്ണവും, 5 പേർക്കായി 1 എണ്ണവും, 7 പേർക്കായി 1 മുറിയുമുണ്ട്. ബാക്കിയുള്ളവ 2 മുതൽ 3 പേർക്ക് കിടക്കാവുന്ന മുറികളാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും തിരുവനന്തപുരത്ത് വരുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ് കുറഞ്ഞ ചെലവിലുള്ള ഈ AC ഡോർമെട്രികൾ. വിവിധ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് പതിവായി എത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും മത്സര പരീക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമാണ് കേരള പോലീസിന്റെ ഡോർമെട്രി സംവിധാനത്തെ നന്നായി ഉപയോഗപ്പെടുത്തുന്നത്. ആറ്റുകാൽ പൊങ്കാല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം പോലുള്ള വിശേഷ അവസരങ്ങളിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മുഴുവൻ മുറികളും പൂർണ്ണമായും ബുക്കിംഗ് ആയിരിക്കും. എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇത്തരം സൗകര്യങ്ങൾ. കേരള പോലീസിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഏറെ സുരക്ഷിതവുമാണ്. ഒരു കൂൾ ബാറോ കഫറ്റീരിയയോ കൂടി സ്ഥാപിച്ച് റിഫ്രഷ്മെന്റിനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ കൂടുതൽ ജനോപകാരപ്രദമായേനെ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.